ഹായ് ഗായ്സ്, എക്സിഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സെഷനിൽ വയലിൻ്റെ ബേസിക് പാർട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഇതാണ് ഒരു സോഫ്റ്റ് വയലിൻ കേസ്. ഇതൊരു സോഫ്റ്റ് കേസാണ്, കാരണം ഇത് തെർമോക്കോൾ മെറ്റീരിയലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ടവൽ ഞാൻ എക്സ്ട്രാ ഇട്ടതാണ്. ഈ ടവൽ മാറ്റിയാൽ ഇങ്ങനെ ആയിരിക്കും ഒരു കേസ് വരിക. ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു കൊറിയൻ വയലിൻ സെറ്റ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി നമുക്ക് 1-2 ബോസ് വെക്കാനുള്ള ബോ ഹോൾഡറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ടവലുണ്ട്. ഒരു ഇൻറ്റീരിയർ വെൽവെറ്റ് ഡിസൈനാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഷോൾഡർ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോൾഡർ ഇപ്പോൾ കഴുത്തിന് നീളമുള്ളവർക്ക് കഴുത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഷോൾഡർ റെസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇത് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ വയലിന് ആക്ച്വലി ഒരു ചെറിയൊരു ബാൻഡ് വെച്ച് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ വയലിൻ. സോ ഇത് വയലിൻ ഹോൾഡ് ചെയ്യുന്നത് വയലിനിവിടെ നമ്മൾ പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കേസിൽ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ ചെറിയൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ നമുക്ക് എക്സ്ട്രാ സ്പെയർ സ്ട്രിങ്സ്, അതുപോലെ ബോ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റോസ്ലിൻ ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാം. പിന്നെ ഇതൊരു ചെറിയ ട്യൂണറാണ്. ഈ ട്യൂണർ നമ്മൾ ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി ഇട്ടിട്ട് നമ്മൾ വയലിൻ്റെ പെക്സിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ സ്ട്രിങ്സ് ട്യൂൺ ചെയ്യും. സോ അതുപോലെ ഈ റോസ്ലിൻ ഇതാണ് റോസ്ലിൻ. ഈ റോസ്ലിൻ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഈ ബോയിൽ, ഇപ്പോൾ ഇതാണ് ബോ. ഇപ്പോൾ ഞാൻ ബോ അൺലോക്ക് ചെയ്യുവാണ്. ഈ ബോ അൺലോക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബോയുടെ ഹെയറിലെ ഈ ഡസ്റ്റ് എല്ലാം അല്ലെങ്കിൽ ക്ലാവ് പിടിച്ചേക്കുന്നതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് വെച്ച് റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ബോ ക്ലീൻ ആവും. അതുപോലെ സൗണ്ട് ഇത് സ്ട്രിങ്സിൻ്റെ മേലെ വായിക്കുമ്പോൾ സൗണ്ട് സ്മൂത്തർ ആവും. അപ്പോൾ ഈ സെക്ഷനാണ് വയലിൻ ബോയുടെ ഫ്രോഗ് അല്ലെങ്കിൽ എൻ പാർട്ട്. ഇത് എൻ്റെ ടിപ്പ്. സോ ഈ ബോ നമ്മൾ ഫുൾ ഇതിൻ്റെ ആക്ച്വലി ഈ ഹെയർസ് എന്ന് പറഞ്ഞാൽ ഹോൾ സ്റ്റൈലാണ്. അപ്പോൾ ഈ ഹോൾ സ്റ്റൈൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നൈലോണും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ റോസ്റ്റിംഗ് വെച്ച് ക്ലീൻ ചെയ്യുന്ന ബോ ഹെയർസ് എല്ലാം ഹോസ്റ്റൈലാണ് പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നതും നല്ല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഹോസ്റ്റൈലാണ്. അപ്പോൾ ഇതാണ് ബോയ. പിന്നെ വയലിനിലേക്ക് നമ്മൾ വരുമ്പോൾ വയലിന് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രധാന പാർട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് വയലിൻ്റെ ഫിംഗർ ബോർഡ്. പിന്നെ അതുപോലെ വയലിൻ്റെ സ്ട്രിങ്സ്, ഇതൊരു ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ ഇതൊരു ചിൻ റെസ്റ്റ്, അതുപോലെ സ്ട്രിങ്സിൻ്റെ ഫൈൻ ട്യൂണർ. അതുപോലെ ഈ സ്ട്രിങ്സ് നമ്മളിവിടെ ഇതിന് പെക്സ് എന്നാണ് പറയുന്നത്. ഈ പെക്സിൽ നമ്മൾ തിരിച്ച് വെച്ച് ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വയലിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രിങ്സിൻ്റെ മേലെ കൂടെ വായിക്കുന്ന ഈ സൗണ്ട്. പിന്നെ ഈ വുഡൻ ബോഡിക്കകത്ത് ഒരു സൗണ്ട് പോസ്റ്റ് ഉണ്ട്. ആ സൗണ്ട് പോസ്റ്റ് വഴി പോയി അത് സ്പ്രെഡായിട്ട് അത് ഫുൾ ബോഡി ഫില്ല് ചെയ്തിട്ട് എഫ് ഹോൾസ് വഴി പുറത്തോട്ട് വരും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വയലിൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സൗണ്ട് ഈ ബ്രിഡ്ജിൻ്റെ താഴെ അടിയിൽ ഒരു സൗണ്ട് പോസ്റ്റ് ഉണ്ട്. ആ സൗണ്ട് പോസ്റ്റ് ഞാൻ എഫ് ഹോൾസ് വഴി കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പം നിങ്ങൾ ചെറുതായിട്ട് കാണാവുന്ന ഒരു ചെറിയൊരു കണ്ടോ, ഇതിൻ്റെ താഴെ ഈ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് കണ്ടോ ഒരു ചെറിയൊരു പോസ്റ്റ് കണ്ടോ, ചെറിയൊരു വുഡൻ പോസ്റ്റ്, അതായത് ഈ ബോഡിക്ക് കുറുകെയുള്ളതാണ്. അപ്പോൾ ആ പോസ്റ്റ് വഴി സൗണ്ട് പോസ്റ്റിനകത്തോട്ട് വരികയും ഈ ഫുൾ ഇന്നർ ബോഡി സ്പ്രെഡ് ചെയ്യുകയും എന്നിട്ട് അതുവഴി ആ സൗണ്ട് ഈ എഫ് ഹോൾസ് വഴി പുറത്തോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ വയലിനകത്ത് ആക്ച്വലി വുഡിന് പ്രധാന റോളാണ് ഉള്ളത്. ഇതൊരു അക്വസ്റ്റിക് വയലിനാണ്, ഇത് ഇലക്ട്രിക് ഒന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഇതിൻ്റെ ടോപ്പ് പാർട്ട് മിക്കവാറും ഇതർ മേപ്പിൾ അല്ലെങ്കിൽ പൈൻ വുഡും കൊണ്ടായിരിക്കാം മേക്ക് ചെയ്യുക. ഇത് ആക്ച്വലി ഇത് ഒരു കൊറിയൻ വയലിനാണ്. ഇതിനകത്തെല്ലാം ആക്ച്വലി യൂസ് ചെയ്തേക്കുന്നത് പൈൻ വുഡാണ്. മേപ്പിളൊക്കെ ആകുമ്പോൾ ജർമ്മൻ വയലിൻസ് അല്ലെങ്കിൽ ഇറ്റാലിയൻ വയലിൻസ് ഒക്കെ മേപ്പിളാണ്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടും. ഇപ്പോൾ ഒരു കൊറിയൻ വയലിനാണെങ്കിൽ ഏകദേശം ഒരു 10,000 to 15,000 മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ജർമ്മൻ വയലിനാകുമ്പോൾ അറൗണ്ട് 50,000 പ്ലസ് ആവും. ഇറ്റാലിയൻ വയലിൻസ് ആകുമ്പോഴത്തേക്ക് അതിന് വില ഭയങ്കരമായിട്ട് കൂടും, 1 lakh എബവ് ആവും. പിന്നെ അതുപോലെ തന്നെ പല കാറ്റഗറി വയലിനുണ്ട്. ഇറ്റലി തന്നെ അന്റോണിയോ സ്ട്രാഡിവാരി
ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു മേക്ക് വയലൻസ് ഉണ്ട്, സ്ട്രാഡിവാരിയസ് വയലൻസ്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര റേറ്റാണ്, അതിനൊക്കെ ലക്ഷങ്ങളാവും അതിൻ്റെ വില. സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് വയലിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. സോ ഒരു വയലിൻ നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോവുകയാണെങ്കിൽ വയലിൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെടുത്ത് ഇത് വയലിനൊന്ന് വായിച്ച് നോക്കുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ക്വാളിറ്റി അനുസരിച്ച് പുള്ളിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ആ വയലിൻ നല്ല വയലിനാണോ അല്ലയോ എന്ന്. ഇതിന് എപ്പോഴും നമുക്ക് പുതിയ വയലിനിൽ അതിൻ്റെ സൗണ്ട് ക്ലിയറായിട്ട് വരത്തില്ല. ഒത്തിരി യൂസ്ഡ് വയലിൻ്റെ സൗണ്ട്സ് ആയിരിക്കും എപ്പോഴും നന്നായിട്ട് ടോൺ ചെയ്യുന്നത്. ഇപ്പം ഒരു യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് വയലിനാണ് നന്നായിട്ട് വായിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വയലിൻ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ആ വയലിന് ഭയങ്കര വിലയായിരിക്കും. ബിക്കോസ് അത് ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ട് നല്ല ക്വാളിറ്റി ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് തിങ്സ്. സോ അപ്പോൾ അതുപോലെ നമ്മൾ വയലിൻ വായിക്കാൻ നേരത്ത് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഒരു ചെൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഈ ചെൻട്രസ്റ്റ് നമ്മുടെ ചിഹ്ന ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേദന എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു തുണിയോ എല്ലാം വെക്കും. സോ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഗം കാണാം. ഈ ഗം ആക്ച്വലി വയലിൻ്റെ മേളിൽ വയലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പിക്കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പിക്കപ്പ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗം ഇവിടെ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പിക്കപ്പ് AKG ഒരു പിക്കപ്പാണ്. അപ്പോൾ ഇത് ആംപ്ലിഫൈ ചെയ്യണം, എനിക്ക് തോന്നുവാണ് ഇതെനിക്ക് മിക്സ് ചെയ്യണം, ഇതിൻ്റെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പിക്കപ്പ് എടുത്തോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക്സ്. അപ്പോൾ ഇതിനകത്ത് ഷോൾഡർ പാഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷോൾഡർ പാഡിന് ഇവിടെ ഒരു ഹോൾഡറുണ്ട്. ഇത് വെക്കുക. നമ്മൾ ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ വയലിൻ ഇതാണെങ്കിൽ വയലിൻ്റെ നമ്മൾ കുറുകെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൽ ഒരു ലോക്കുണ്ട്. ഈ ലോക്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ